132 സങ്കീർത്തനം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. അവൻ യഹോവയുടെ സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിനുറക്കവും എൻ്റെ കൺപോലയ്ക്ക് മയക്കവും കൊടുക്കയില്ല. നാം എഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ട് വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ. നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാദപീഠത്തിങ്കൽ നമസ്കരിക്കുക. യഹോവേ, നീ നിൻ്റെ ബലത്തിൻ്റെ പെട്ടകവുമായി നിൻ്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. നിൻ്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിൻ്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. നിൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിൻ്റെ അഭിഷക്തൻ്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ഞാൻ നിൻ്റെ ഉദരഫലത്തെ നിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിൻ്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു. സത്യം, അവൻ അതിൽ നിന്ന് മാറുകയില്ല. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കയാൽ ഞാൻ അവിടെ വസിക്കും. അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും. അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും. അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും, അവൻ്റെ തലയിലോ കിരീടം ശോഭിക്കും. ഈ വായിച്ച തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.